നമസ്കാരം. ജൈവവള നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഞാനിന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ വെസ്റ്റ് വീര്യമ്പ്രത്താണ്. ഇവിടെ റിട്ടയേർഡ് സർക്കാർ ജീവനക്കാരുടെയും കർഷകരുടെയും കൂട്ടായ്മയിലുള്ള പൂർണിമ കോക്കനട്ട് ഫെഡറേഷൻ്റെ കീഴിലുള്ള ജൈവവിള നിർമ്മാണ യൂണിറ്റിലാണ്. ജൈവവിളത്തിൻ്റെ നിർമ്മാണ രീതികളും അവരുടെ വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. പൂർണിമ നാളികേര ഉൽപ്പാദക ഫെഡറേഷൻ്റെ ഒരു സഹോദര സ്ഥാപനമായ പൂർണിമ ഓർഗാനിക് മാനുവൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, അത് ബാലുശ്ശേരി ബ്ലോക്കിൻ്റെ കീഴിലുള്ള പനങ്ങാട്, ഉണ്ണിവളം രണ്ട് പഞ്ചായത്തുകൾ കൂടി പ്രവർത്തിക്കുന്ന ഒരു 10 CPSകൾ നാളികേര ഉൽപ്പാദക സംഘങ്ങൾ കൂടി ചേർന്നുണ്ടാക്കുന്നൊരു പ്രസ്ഥാനമാണിത്. ഇവിടെ ഞങ്ങളുടെ ഒരു ആദ്യത്തെ സംരംഭമാണ് ജൈവവള നിർമ്മാണ യൂണിറ്റ് തുടങ്ങുക എന്നുള്ളത്. വേണ്ട റോ മെറ്റീരിയൽസ് പറയുന്നത് ചകിരിച്ചോറ്, ചാണകം, ആട്ടിൻകാഷ്ടം, കോഴിവളം, വേപ്പും പിണ്ണാക്ക്, മരോട്ടിപ്പിണ്ണാക്ക്, EM ലായനി, പിത്ത് പ്ലസ്, ശർക്കരപ്പാനി, ഇങ്ങനെ 14 കൂട്ടം സാധനങ്ങൾ ചേർത്ത് നിശ്ചയ അനുപാതത്തിൽ ചേർത്ത് ഒരു മാസം ഇത് കൊണ്ടാണ് ഇത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു 15 ദിവസം ഇത് റെസ്റ്റിൽ കൊടുക്കണം, വിശ്രമം കൊടുക്കണം ഇതിന്. അത് കഴിഞ്ഞിട്ടാണ് ഇത് മിക്സ് ചെയ്ത് ബാഗുകളിലാക്കി, ഞങ്ങൾ 40 കിലോൻ്റെ ബാഗാണ് ഞങ്ങൾ എടുക്കുന്നത്. അതിലാക്കിയിട്ട് ഞങ്ങൾ ഇത് കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ലാഭേച്ഛ കൂടാതെയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പോൾ ഒരിക്കൽ കൊണ്ടുപോയ ആൾക്കാർ വീണ്ടും ചോദിച്ച് വരുന്നുണ്ട്, വളം ഇല്ലെന്ന് ചോദിച്ച്. അത് ഞങ്ങൾക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഓഫ് സീസൺ ആയിട്ട് കൂടി ഞങ്ങളിപ്പോൾ ഉടനെ അടുത്ത ബാച്ച് ഇടാൻ വേണ്ടി തിരക്കെടുക്കുക. പിന്നെ നമുക്കിവിടെ ഒരു 1000 ചാക്കിൻ്റെ അടുത്ത് വളം ഇട്ടുണ്ടാവും. ഇപ്പം ആ വളം ഇപ്പം പലരും ബുക്ക് ചെയ്തിരിക്കുക. 500 ചാക്ക് വേണം, 200 വേണം, 100 വേണം എന്ന് പറഞ്ഞ് പലരും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വിറ്റ് തീരും. ഇനിയിപ്പം അടുത്ത ബാച്ച് ഇപ്പോൾ ഉടനെ തന്നെ ഇടുകയാണ്. അതിനുള്ള സാധനം ചകിരിച്ചോർക്ക് എത്തിക്കഴിഞ്ഞു. ബാക്കി സാധനങ്ങൾക്ക് ഇപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് എത്തും. അപ്പോൾ ഞങ്ങൾ 5-ാം തീയതിയോടുകൂടി അടുത്ത ബാച്ച് ഇടാനുള്ള പരിപാടിയിലാണ്. ഇത് കർഷകർക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. CPSകൾ പരമാവധി സഹകരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ സർക്കാരിൽ നിന്നോ വ്യവസായ വകുപ്പിൽ നിന്നോ നാളികേര വികസന ബോർഡിൽ നിന്നോ കാര്യമായ സഹായങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പേപ്പറിലൊക്കെ പലപ്പോഴും വായിക്കാറുണ്ട്, അത് ഒരു പ്രശ്നവുമില്ല, ലൈസൻസ് വേണ്ട, നാളികേര ഇതിനൊക്കെ ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ വേണ്ടാത്ത ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല, ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് എളുപ്പമാക്കി കിട്ടിയാൽ വളരെ നന്നായിരുന്നു. രാസവളത്തോട് ആൾക്കാർക്കുള്ള ഒരു വൈമുഖ്യം കാരണമാണ് ജൈവവള മേഖലയിലേക്ക് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ അത് നാളികേര വികസന ബോർഡിൽ നിന്ന് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് ഇത് തുടങ്ങിയത്. എന്തെങ്കിലും ഒരു പദ്ധതി തുടങ്ങിയെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നുള്ള ഒരു ഇത് വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇതിനെപ്പറ്റി കൂട്ടായിട്ട് തീരുമാനമെടുത്തത്. ഞങ്ങളെ ഇതിൽ 10 CPSലുള്ള എല്ലാവരെയും സഹകരണം ഉള്ളത് കൊണ്ടാണ് ഇത്രയും കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും. അത് ഞങ്ങൾ കർഷകരുടെ ഇടയിൽ ന്യായമായ വിലയ്ക്ക് എത്തിച്ചു കൊടുക്കുക. ഇതൊരു ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്നൊരു സംരംഭമായതിനെ കൊണ്ട് ഇതിന് വളരെയധികം ആൾക്കാർ താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. CPSകൾ അവർ മുഖാന്തരം ബന്ധപ്പെട്ട് പിന്നെ ഇതിലൊരു 1000 കർഷകരോളം ഇതിൽ രജിസ്റ്റർ ചെയ്തായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട നല്ല ജൈവവളങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിത് തുടങ്ങിയത്. നാളികേര കർഷകർക്ക് ശുദ്ധമായ ജൈവവളം ലഭ്യമല്ലാത്തൊരു സ്ഥിതിയാണ്. കാരണം പല സ്ഥലത്തുനിന്നും നമുക്ക് കിട്ടുന്നത് കൃത്രിമം കലർന്ന വളങ്ങളാണ്. അത് ഒഴിവാക്കി നമുക്ക് തന്നെ നല്ല ജൈവവളം ഉൽപ്പാദിപ്പിച്ചുകൂടി എന്നൊരു ആശയം ഞങ്ങൾക്ക് തോന്നി.
അങ്ങനെ ഞങ്ങൾ 10 CPSകൾ ഭാരവാഹികൾ കൂടി ചേർന്ന് ആലോചിച്ചിട്ട് തീരുമാനത്തിൽ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയത്. ഇത് നല്ല ശുദ്ധമായ ജൈവവളം എല്ലാ കൃഷിക്കും ഇതിന് പറ്റുമെന്നുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ വാഴ കൃഷിക്കാരുള്ള ധാരാളം ഈ വളം കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് പ്രചോദനമാണ്. ഈ ആൾക്കാരുടെ ഈ ആവേശം വന്ന് അപ്പോൾ ഞങ്ങളിവിടെ ഇതിപ്പം ഒരു ഏകദേശം ഒരു വർഷത്തോളമായി തുടങ്ങിയിട്ട് ഇനിയും ഞങ്ങൾ ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ ഈ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞങ്ങൾക്ക് സംതൃപ്തിയുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു ജൈവവളം നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാനും ഈ വലിയ ഈ രാസവളങ്ങൾ ഒഴിവാക്കാനും കഴിയുന്ന ഒരു പരമാവധി നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യങ്ങൾ. ജൈവ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഇത് മനസ്സിലാക്കി സാധാരണ ഈ കർഷകർ ഇന്ന് ധാരാളം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ജൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വസ്തുക്കൾ വളരെ കൂടിയ വിലയ്ക്ക് മായം കലർന്ന വസ്തുക്കളൊക്കെ ഇന്ന് മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടി കൊണ്ട് കർഷകരെ പരമാവധി സഹായിക്കുക, നല്ല ശുദ്ധമായ ജൈവവളം പരമാവധി വില കുറച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ പൊതു മാർക്കറ്റിൽ പബ്ലിക് സെയിൽസായി നടത്താറില്ല. കർഷക കൂട്ടായ്മകൾക്ക് കൂടി മാത്രമാണ് ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ ഇപ്പം നല്ല വിശ്വാസം ജനങ്ങൾക്ക് ജൈവവളത്തെ പറ്റി വിശ്വാസം വന്നതോടുകൂടി ഇത് അടുത്ത പാക്കിംഗ് വഴിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെല്ലാവരും. നേരത്തെ പറഞ്ഞ പോലെ 14ഓളം ഇനങ്ങൾ ജൈവ ഉൽപ്പന്നങ്ങൾ ഈ രകത്ത് ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് കർഷകർക്കും ഇത് ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി നല്ല അഭിപ്രായമാണുള്ളത്. കർഷകർ നെഞ്ചേറ്റിയ ഈ ജൈവവള നിർമ്മാണ യൂണിറ്റിലെ ജൈവവള നിർമ്മാണത്തെക്കുറിച്ചുള്ള കാഴ്ചകളും കോക്കനട്ട് ഫെഡറേഷൻ്റെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം.